സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. ശ്രീമഹാദേവ്യേ നമഃ. നമസ്കാരം. ലളിതോപാഖ്യാനം. ഭണ്ഡാസുര സൈന്യവും ലളിതാ പരമേശ്വരിയുടെ ശക്തി സൈന്യവും തമ്മിലുള്ള യുദ്ധം വർണ്ണിച്ചു വരവെ ഭണ്ഡാസുര സൈന്യത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ലളിതാദേവിയുടെ പുത്രിയായിട്ടുള്ള ബാല, 9 വയസ്സ് മാത്രം പ്രായമുള്ള ആ ബാലാപരമേശ്വരി യുദ്ധത്തിന് തയ്യാറായി പുറപ്പെടുമ്പോൾ ആ ലളിതാദേവി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നീ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. യുദ്ധമെന്നത് ഒരു കുട്ടിക്കളിയല്ല. എന്നാൽ എത്രയെല്ലാം വിലക്കിയിട്ടും ബാല്യകുതൂഹലം കൊണ്ട് യുദ്ധത്തിനായിട്ട് ദൃഢനിശ്ചയം ചെയ്തു നിൽക്കുന്ന പുത്രിയെ കണ്ട് പോവാൻ അനുവാദം നൽകി. അങ്ങനെയാണ് ആ ബാലാദേവി കർണീരഥത്തിൽ, അനേകം അരയന്നങ്ങളെ പൂട്ടിയ ആ കർണീരഥത്തിൽ പ്രവേശിച്ചു. യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ആ സമയത്ത് കിന്നര സ്ത്രീകൾ അവദാനങ്ങളെ കീർത്തിക്കാൻ തുടങ്ങി. ആ ഭണ്ഡാസുര പുത്രന്മാരോട്, അവരുടെ സൈന്യങ്ങളോട് ആ ബാലാപരമേശ്വരി യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ദേവന്മാർ പോലും അത്ഭുതപ്പെട്ട് അവരും ആ ദേവിയെ സ്തുതിക്കുകയാണ്. ബാലാപരമേശ്വരിയുടെ ആയുധ പ്രയോഗം തൻ്റെ ബലം എത്രയുണ്ട് എന്ന് പ്രകടമാക്കിക്കൊണ്ടാണ് യുദ്ധം. നാരായണാസ്ത്രം പ്രയോഗിച്ച് ഈ ഭണ്ഡപുത്രന്മാരുടെ 200 അക്ഷൗഹിണി പടയെയും ഭസ്മമാക്കുകയാണ് ചെയ്തത് ബാലാപരമേശ്വരി. ആ സൈന്യം നശിച്ചു എന്ന് കണ്ട് ഭണ്ഡാസുരപുത്രന്മാർ എല്ലാവരും ചേർന്ന് ബാലാദേവിയെ ആക്രമിക്കാൻ തുടങ്ങി. ആ സമയത്ത് ബാലാദേവി ഒരേ സമയം 30 അസ്ത്രങ്ങളെ അയച്ചുകൊണ്ട് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ആ അസ്ത്രങ്ങൾ ഭണ്ഡാസുരന്റെ എല്ലാ പുത്രന്മാരെയും, ചതുർബാഹു തുടങ്ങിയിട്ടുള്ള 30 പുത്രന്മാരെയും ഒരേ സമയം നിഗ്രഹിച്ചു. ദേവന്മാർ ബാലാദേവിയുടെ ശിരസിൽ പുഷ്പവൃഷ്ടി ചെയ്തു. ആ ബാലാദേവിയെ മന്ത്രിണീദേവിയും ദണ്ഡനാഥയും ആലിംഗനം ചെയ്തു. ശക്തിദേവതമാർ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. ഭണ്ഡാസുരപുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന ആ വൃത്താന്തത്തെ ലളിതാ പരമേശ്വരിയെ അറിയിക്കുവാൻ വേണ്ടി ദണ്ഡനാഥയെ മുന്നിൽ നടത്തിക്കൊണ്ട് എല്ലാ ശക്തി സേനാനായികമാരും ലളിതാ പരമേശ്വരിയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. ആ ശക്തി സേനാനായികന്മാർ സിംഹാസനസ്ഥയായിട്ടുള്ള ലളിതാ പരമേശ്വരിയെ നമസ്കരിക്കുകയും ആ ബാലയുടെ ബലപരാക്രമങ്ങളെക്കുറിച്ച് അവർ ലളിതാദേവിയെ അറിയിക്കുന്നു. ഈ വാർത്ത കേൾക്കുന്ന ഭണ്ഡാസുരൻ തൻ്റെ പുത്രന്മാരെല്ലാം യുദ്ധത്തിൽ നശിച്ചുപോയി, അങ്ങനെ കുലക്ഷയം വന്നുവല്ലോ എന്നോർത്ത് ദുഃഖിതനായിട്ട് ആ അസുരൻ വിലപിക്കുകയാണ്. ഹതോസ്മി വിപന്നോസ്മി മന്ദഭാഗ്യോസ്മി പുത്രക.
എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും ഉണ്ടായിരുന്ന എൻ്റെ പുത്രന്മാരെ എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ. ഞാൻ മൃതപ്രായനായി തീർന്നിരിക്കുന്നു, ഭാഗ്യഹീനനായി തീർന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് വിലപിക്കുകയാണ്. അപ്പോൾ ഭണ്ഡാസുരൻ്റെ ഒപ്പമുള്ള വിശുക്രനും വിഷങ്കനും പലതും പറഞ്ഞ് ഈ ഭണ്ഡാസുരനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിശുക്രൻ ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് പ്രാകൃതനെ പോലെ ശോകത്തിനടിമപ്പെട്ട് യുദ്ധത്തിൽ മരിച്ച പുത്രന്മാരെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്നത്? വീരന്മാർക്ക് യുദ്ധത്തിൽ മരിക്കുക എന്നത് കീർത്തികരമാണ്, അത് ശാശ്വതമായ പരമഗതിയെ നൽകുന്നതാണ്. ഒരിക്കലും യുദ്ധത്തിൽ സംഭവിക്കുന്ന മരണം വ്യസനിക്കത്തക്കതല്ല എന്ന് അറിയൂ. ഇനി അങ്ങേക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു യുദ്ധത്തിൽ സ്ത്രീയാണ് വീരന്മാരായ അങ്ങയുടെ പുത്രന്മാരെ നിഗ്രഹിച്ചത് എന്നുള്ളതാണ്. ഇങ്ങനെയെല്ലാം ആശ്വസിപ്പിക്കുന്ന സമയത്ത് വീണ്ടും ഭണ്ഡാസുരൻ എഴുന്നേറ്റ് ക്രോധത്തോടു കൂടിയിട്ട് പുറപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ മറ്റ് അസുരന്മാർ ഭണ്ഡാസുരനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഇതിനു വേണ്ടി ബന്ധപ്പെടേണ്ടതില്ല, ഞങ്ങൾ തന്നെ പൂർണ്ണമായിട്ടുള്ള സൈന്യ സന്നാഹങ്ങളോടുകൂടി യുദ്ധം ചെയ്യാം. അപ്പോഴാണ് ഭണ്ഡാസുരൻ വിശുക്രനോട് നിർദ്ദേശിക്കുന്നത്, വിശുക്ര ഭവതാഗത്വ മായാന്തർഹിതവഷ്മണ ജയവിഘ്ന മഹായന്ത്രം കർത്തവ്യം കടകേദ്വിഷ. നീ മായ ഉപയോഗിച്ച് മറഞ്ഞു നിന്ന് ആ ശക്തി സൈന്യത്തിനിടയിൽ ജയവിഘ്നം എന്ന യന്ത്രം സ്ഥാപിക്കുക. ഭണ്ഡാസുരന്റെ വാക്കുകേട്ട് വിശുക്രൻ അത്യധികം കോപത്തോടുകൂടി തൻ്റെ ശരീരത്തെ മായ കൊണ്ട് മറച്ച് ആ ലളിതാദേവിയുടെ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. അന്ധകാരത്തിൽ അദൃശ്യ ശരീരനായി ഈ വിശുക്രൻ മായാരഥത്തിൽ പ്രവേശിച്ചുകൊണ്ടാണ് ആ ലളിതാദേവിയുടെ സൈന്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ അവിടെ ഈ വിശുക്രൻ കാണുന്നത് 100 യോജന വിസ്താരമുള്ള അഗ്നിജ്വാലകളാൽ നിർമ്മിതമായ ഒരു പ്രാകാരമാണ്, ഒരു കോട്ടയാണ്. അകത്ത് എങ്ങനെയാണ് പ്രവേശിക്കുക? ഈ വന്നി പ്രാകാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള മാർഗം ഇങ്ങനെ അന്വേഷിച്ച് കുറേ ചുറ്റി തിരിഞ്ഞു. തെക്ക് ഭാഗത്തുള്ള ആ പ്രദേശത്ത് ആ ദണ്ഡിനി ദേവി നിയോഗിച്ചതായ സ്തംഭിനി തുടങ്ങിയിട്ടുള്ള ശക്തി ദേവതമാരെ കണ്ടു. അതെല്ലാം നോക്കിക്കണ്ട വിശുക്രൻ ആ മതിൽക്കെട്ടിൻ്റെ പുറത്തു നിന്നുകൊണ്ട് തന്നെ ആ ജയവിഘ്ന മഹായന്ത്രത്തെ നിർമ്മിച്ചു. ആ യന്ത്രം എപ്രകാരമാണ് കൽപ്പന ചെയ്തത് എന്ന് പറയുകയാണ്. അഷ്ടദിക്ഷു അഷ്ടശൂലേന സംഹാര അക്ഷരമൗലിന അഷ്ടഭിർദൈവതൈശ്ചാപി യുക്തം യന്ത്രം സമാലിഖൽ അലസ കൃപണ ദീന നിദ്ര തന്ത്ര പ്രമീലിക ക്ലീബാജ നിരഹങ്കാര ഇത്യഷ്ടൗ ദേവതാ സ്മൃത. 8 ദിക്കുകളിൽ സംഹാരബീജത്തോടുകൂടി 8 ശൂലങ്ങളിൽ അവയിൽ 8 ദേവതമാരും ചേർന്ന ജയവിഘ്ന
യന്ത്രമാണ് ഈ വിശുക്രൻ സ്ഥാപിച്ചത്. അലസ, കൃപണ, ദീന, നിദ്ര, തന്ത്ര, പ്രമീള, ക്ലീബ, നിരഹങ്കാര എന്നിങ്ങനെയുള്ള 8 ദേവതകളെയാണ് 8 ത്രിശൂലങ്ങളുടെ ഉപരിഭാഗത്ത് ആവേശിപ്പിച്ച് ആ യന്ത്രത്തെ മന്ത്ര ഉപാസന കൊണ്ട് പ്രയോഗശക്തമാക്കി, ഒപ്പം തന്നെ ആട് മുതലായിട്ടുള്ള ജീവികളെ പൂജാം വിധായ യന്ത്രസ്യ ബലിഭിശ്ച ഛാഗലാദിഭി, ആടിൻ്റെ ശിരസ് മുറിച്ച് രക്തം അതിലേക്ക് വീഴ്ത്തി അങ്ങനെ പൂജയെല്ലാം ചെയ്തിട്ടാണ് ഈ ശത്രു സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക്, ശക്തി സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് ജയവിഘ്ന യന്ത്രം പ്രയോഗിക്കുകയാണ്. അങ്ങനെ വിശുക്രൻ പ്രയോഗിച്ച ആ ജയവിഘ്ന യന്ത്രം ഈ വന്യപ്രാകാരത്തെയും കടന്ന് ലളിതാ സൈന്യത്തിന് നടുവിൽ ചെന്ന് വീഴുകയാണ്. ലളിതാ പരമേശ്വരിയുടെ സൈന്യമധ്യത്തിലേക്ക് വിശുക്രൻ പ്രയോഗിച്ച ജയവിഘ്ന യന്ത്രത്തിൻ്റെ പ്രഭാവം കൊണ്ട് ആ ലളിതാ സൈന്യത്തിലെ ദേവതമാർ ആയുധങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും ദൈന്യമനസ്കരായി തീരുകയുമാണ്. കിം ഹതൈർ അസുരൈ കാര്യം ശസ്ത്രാശസ്ത്രിക്രമൈരലം ജയസിദ്ധ്യാ ഫലം കിം വാ പ്രാണിഹിംസാ ച പാപത. ഈ അസുരന്മാരെ കൊന്നിട്ട് എന്താണ് കാര്യം? ജയിച്ചതുകൊണ്ട് എന്താണ് നേട്ടം? ദേവന്മാർക്ക് വേണ്ടി നമ്മൾ ഈ കാര്യം നിർവഹിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ ദണ്ഡനാഥയും മന്ത്രിണീ ദേവിയും ആരാണ്? നമ്മൾ എന്തിനാണിങ്ങനെ ഒരു സ്ത്രീയെ സ്വാമിനിയായി സ്വീകരിച്ച് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവനവൻ്റെ ശരീരം മുറിവേൽപ്പിക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്നിങ്ങനെയെല്ലാം അവർ ചിന്തിക്കുകയാണ്. അവരുടെ ഉത്സാഹമെല്ലാം നശിച്ചു ഈ ജയവിഘ്ന യന്ത്രത്തിൻ്റെ പ്രഭാവം കൊണ്ട്. ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിദ്രയോടുകൂടി, നിദ്ര ബാധിച്ചവരെ പോലെ, ആലസ്യം ബാധിച്ചവരെ പോലെ ആയിത്തീരുന്നു എന്നാണ്. അങ്ങനെ ശക്തി ദേവതമാരെല്ലാം അലസരായി തീർന്നു, ശക്തി സൈന്യം ശിഥിലമായി. അപ്പോൾ വിശുക്രൻ ഈ ജയവിഘ്ന യന്ത്രം പ്രയോഗിച്ചത് അത് ഫലവത്തായി തീർന്നു. അതിൻ്റെ പ്രഭാവം കൊണ്ട് ആ ശക്തി സൈന്യത്തെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് 30 അക്ഷൗഹിണി പടയെ കൂട്ടിയിട്ട് ഈ വിശുക്രൻ യുദ്ധത്തിനായിട്ട് വന്നു. അസുര സൈന്യത്തിൻ്റെ ഘോഷം കേട്ടുവെങ്കിലും ശക്തി ദേവതമാർക്ക് യാതൊരു ഉത്സാഹവും തോന്നുന്നില്ല. എന്നാൽ ആ ജയവിഘ്ന യന്ത്രത്തിൻ്റെ സ്വാധീനം അല്പം പോലും ബാധിക്കാത്ത മന്ത്രിണീ ദേവിയും ദണ്ഡനാഥയും ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ തങ്ങളുടെ സൈന്യങ്ങൾ ഉത്സാഹമില്ലാത്തവരെ പോലെ ആയുധം ഉപേക്ഷിച്ച് നിദ്ര ബാധിച്ചവരായി ആലസ്യത്തോടു കൂടിയിട്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അവർ പാലിക്കുന്നില്ല. എല്ലാവരും ഉദാസീനരായിട്ട് മാറിയിരിക്കുന്നു. വേഗം തന്നെ ദണ്ഡനാഥയും മന്ത്രിണിയും ലളിതാ പരമേശ്വരിയോട് പറഞ്ഞു, ദേവീ കസ്യ വികാരോയം ശക്തയോ വിഗതോദ്യമ ന ശൃണ്വന്തി മഹാരാജ്ഞി തവ ആജ്ഞാം വിശ്വപാലിത. ശക്തിദേവതമാരെല്ലാം ഉത്സാഹശൂന്യരായി കാണപ്പെടുന്നു. അവരോട് നിർദ്ദേശിക്കുന്ന ആ കൽപ്പനകൾ, കാര്യങ്ങളൊന്നും തന്നെ അവർ പാലിക്കുന്നില്ല.
ഈ സമയത്ത് അസുര സൈന്യം യുദ്ധത്തിനായിട്ട് തയ്യാറായി വരികയും ചെയ്യുന്നു. എന്താണ് നാം ചെയ്യേണ്ടത് എന്നിങ്ങനെ ലളിതാദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. തതസ്സാ ലളിതാദേവി കാമേശ്വരമുഖം പ്രതി ദത്തദൃഷ്ടി സമഹസൻ നാദിവ്യക്തരതാവലി. ലളിതാദേവി തൻ്റെ കൂടെ നിത്യസാന്നിധ്യം ചെയ്യുന്ന കാമേശ്വരൻ്റെ, ആ ശ്രീപരമേശ്വരൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്പം മാത്രം പ്രകാശിക്കുന്ന ദിനതിരകളോടുകൂടി മന്ദസ്മിതം ചെയ്തു. തസ്യ സ്മിതപ്രഭാപുഞ്ചാൽ കുഞ്ചരാകൃതിമാൻമുഖേ കടക്രോഡകളദ്ദാന കശ്ചിദ്ദേവോ വിജൃംഭത. ആ ലളിതാ പരമേശ്വരിയുടെ മന്ദസ്മിത പ്രഭാസമൂഹത്തിൽ നിന്ന് ഗജമുഖനായി, ആനയുടെ മുഖം പോലെ ആകൃതിയുള്ള മുഖത്തോടുകൂടി കവിളിൽ കൂടി മതജലമൊഴുകുന്ന ഒരു ദേവൻ ആവിർഭവിച്ചു. ലളിതാ സഹസ്രനാമത്തിലെ 77ാമത്തെ നാമം, ദേവിയുടെ നാമം കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര എന്നാണ്. ഇവിടെ ഈ ഒരു സമയത്തുള്ള ഗണപതി അവതാരത്തെയാണ് വർണ്ണിക്കുന്നത്. ഗണേശപുരാണം അനുസരിച്ച് പാർവതീപുത്രനായി, ശിവപാർവതി പുത്രൻ ആയിട്ടുള്ള അവതാരത്തെ പറയുന്നുണ്ട് എങ്കിലും അത് മാത്രമല്ല, ആ സന്ദർഭത്തിൽ മാത്രമല്ല, മറ്റു പല യുഗങ്ങളിലും ഗണേശന്റെ ആവിർഭാവം, ഗണപതിയുടെ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു കാണാം. ഇവിടെ മറ്റൊരു അവതാരമാണ് ലളിതാ പരമേശ്വരിയുടെ ആ മന്ദസ്മിതത്തിൽ നിന്നും ആവിർഭവിച്ച ഗണേശൻ. എന്താണ് ഇവിടെ മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാഗണപതി എപ്രകാരമാണ്, ഏതെല്ലാം അംഗങ്ങളോട് കൂടിയിട്ടാണ് എന്ന് വിസ്തരിച്ചു. ജപാ പടല പാടല്യ പാടച്ചരവൃദ്യുതി ബീജാപൂരം ഗദാമിക്ഷുചാപം ശൂലം സുദർശനം അബ്ജപാശോൽപലം വ്രീഹി മഞ്ജരീ സ്വരദാങ്കുരാൻ രത്നകുംഭം ച ദശഭിർഹസ്തൈ സ്വീയൈ സമുദ്വഹൻ തുന്തിലശ്ചന്ദ്രചൂടാലോ മദബൃംഹിതമിസ്വന സിദ്ധലക്ഷ്മ്യാ സമാശ്ലിഷ്ട പ്രണനാമ മഹേശ്വരിം. ചെമ്പരത്തിപ്പൂവിൻ്റെ ആ വർണ്ണം, ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തോടുകൂടിയ ശരീരമാണ് ആ ദേവന്റെ ദേഹകാന്തി അപ്രകാരമാണ്. 10 കൈകളിലായി നാരങ്ങ, ഗദ, കരിമ്പുവില്ല്, ത്രിശൂലം, ചക്രം, താമരമുട്ട്, പാശം, നീലോൽപ്പലം, നെൽക്കതിർ, തൻ്റെ തന്നെ മുറിച്ചെടുത്ത ഒരു കൊമ്പ്, രത്നകുംഭം, ഇതെല്ലാം ധരിച്ചുകൊണ്ട്, രത്നകുംഭം തുമ്പിക്കൈയിൽ ധരിച്ചിരിക്കുന്നു, മറ്റ് കൈകളിലായിട്ട് ഇവയെല്ലാം ധരിച്ചിരിക്കുന്നു. ലംബോദരനായി കുടവയറോടുകൂടി ചന്ദ്രക്കല ധരിച്ച് മതാധിക്യം കൊണ്ട് മഹാശബ്ദത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് സിദ്ധലക്ഷ്മിയാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനായ ആ ഗണേശൻ, ആ ദേവൻ ലളിതാദേവിയെ നമസ്കരിച്ചു. മഹാലക്ഷ്മി സമേത മഹാഗണപതിയായിട്ടാണ് ഇവിടെ ആവിർഭവിച്ചത് എന്നും ആ ലളിതാ ദേവിയുടെ, കാമേശ്വരിയുടെ മന്ദസ്മിത പ്രഭാപൂരത്തിൽ നിന്നാണ് ആവിർഭവിച്ചത് എന്ന് പറഞ്ഞു. ഇനി എന്താണ് ഗണേശ്വര ശബ്ദം? അതിൻ്റെ വ്യാഖ്യാനം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. 8 കാര്യങ്ങളുടെ ഒരു കൂടിച്ചേരൽ, 8 എണ്ണം കൊണ്ടുള്ള പൂരം. അത് ഏവയൊക്കെയാണ്? അതിനെ നമ്മൾ
താത്വികമായി ചിന്തിക്കുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അന്ധക്കരണം, പ്രാണങ്ങൾ, പഞ്ചഭൂതങ്ങൾ, കാമം, കർമ്മം, അവിദ്യ, ഇവയാണ് പുര്യഷ്ടകങ്ങൾ എന്ന് പറയുക. അവയാണ് 8 ഗണങ്ങൾ. അപ്പോൾ അഹങ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ ഈ പുര്യഷ്ടകത്തിന് ഞാനെന്ന പരിമിതാഭിമാനം ഉണ്ടാവുകയും, അതായത് ഒരു വ്യക്തിക്ക് വിശാലമായിട്ടുള്ള താല്പര്യം അസ്തമിക്കുകയും സങ്കുചിതമായ ഒരു ചിന്ത അല്ലെങ്കിൽ സ്വാർത്ഥ ചിന്ത ഉണ്ടാവുകയും, അപ്പോൾ ഇങ്ങനെ ഈ സ്വാർത്ഥത ഉണ്ടാവുന്ന സമയത്ത്, സങ്കുചിതമായ മനോഭാവം ഉണ്ടാവുമ്പോൾ ഒരുവന് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും സംഭവിക്കുക സ്വാഭാവികമാണ്. അതിനെയാണ് ഇവിടെ അസുരന്മാർ പ്രയോഗിച്ച ജയവിഘ്ന യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത്. പലതരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാവുക. ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ, ഈ ദുർഘട സന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ പരാശക്തിയുടെ മന്ദസ്മിതത്തിനേ കഴിയൂ. അപ്പോൾ എപ്പോഴും നിർഗുണാവസ്ഥയിൽ വർത്തിക്കുന്ന ആ ശ്രീപരമേശ്വരനെ, കാമേശ്വരനും കൂടിയായിട്ടുള്ള ആ ശിവനെ കടാക്ഷിച്ചുകൊണ്ട് ലളിതാ പരമേശ്വരി പൊഴിച്ചതായ മന്ദഹാസത്തിൽ നിന്നാണ് ഈ ശക്തി സൈന്യത്തെ ബാധിച്ച ജയവിഘ്ന യന്ത്രം, ആ ജയവിഘ്ന യന്ത്രത്തിൻ്റെ പ്രഭാവത്തെ നശിപ്പിക്കുവാൻ പ്രാപ്തമായിട്ടുള്ള, അതിന് കഴിവുള്ള മഹാഗണപതി, ആ ഗണേശൻ ആവിർഭവിച്ചത് എന്ന് പറഞ്ഞു. ലളിതാദേവിയുടെ ആശീർവാദം ലഭിച്ച ആ ഗണേശൻ, ആ മഹാഗണപതി ജയവിഘ്ന യന്ത്രത്തെ നശിപ്പിക്കുവാനായിട്ട് പുറപ്പെട്ടു. തയാ കൃതാശി സ മഹാഗണനാഥ ഗജാനന ജയവിഘ്ന മഹായന്ത്രം ഭേത്തും വേഗാദ് വിനിര്യയോ. ലളിതാദേവിയുടെ ആശീർവാദത്തെ നേടി മഹാഗണപതി ജയവിഘ്ന യന്ത്രത്തെ നശിപ്പിക്കുവാനായി പുറപ്പെട്ടു. വന്യപ്രാകാരത്തിന് ഉള്ളിൽ പ്രവേശിച്ച് അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ആ ജയവിഘ്ന മഹായന്ത്രം കണ്ടെത്തി. നാം സദേവോ ഘോരനിർഘാത നിസ്സഹൈർ ദന്തപാതനൈ ക്ഷണാചൂർണീകരോതി സ്മ ജയവിഘ്ന മഹാശിലാം. തൻ്റെ വജ്രതുല്യമായ കൊമ്പുകൊണ്ട് പ്രഹരിച്ച് അതിവേഗം ആ ജയവിഘ്ന ശിലയെ ഭസ്മമാക്കി, പൊടിച്ചു, നശിപ്പിച്ചു കളഞ്ഞു. അതിൽ സ്ഥിതി ചെയ്യുന്ന അലസ, കൃപണ തുടങ്ങിയിട്ടുള്ള ആ ശക്തികളെ കൂടി മഹാഗണപതി നശിപ്പിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു സംഗതി, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവുമ്പോൾ, പലതരത്തിലുള്ള വിഘ്നങ്ങൾ, ഇതിനു മുൻപ് സൂചിപ്പിച്ചതായ സങ്കുചിതമായ മനോഭാവം കൊണ്ട്, ആലസ്യം കൊണ്ട്, സ്വാർത്ഥത കൊണ്ടൊക്കെ ഒരുവന് വന്നു ചേരുന്ന വിഘ്നങ്ങൾ, പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കർമ്മത്തിൽ നിന്ന് വിമുഖന്മാരായി തീരുക. അപ്പം ഇതിനെ തരണം ചെയ്യാൻ, ഒരുവന്റെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ, അതിന് തടസ്സമായിട്ട് ഈ ജയവിഘ്ന യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന വസ്തുക്കളെ നീക്കുവാനാണ് ഇവിടെ ഗണപതിയുടെ ആവിർഭാവം. ആ ഗണേശന്റെ ആവിർഭാവം ലളിതാ പരമേശ്വരിയുടെ
മന്ദസ്മിതത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതിയെ ഉപാസിക്കുക എന്നത് നാം പൂർവികമായി തന്നെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഓരോ പ്രവൃത്തിയുടെയും ആരംഭത്തിൽ, ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ ആ വിഘ്നേശ്വരനെ ആരാധിച്ചുകൊണ്ട് വേണം, ഗണപതിയെ സ്മരണ ചെയ്തുകൊണ്ട് വേണം ഏതൊന്നും ആരംഭിക്കുവാൻ എന്ന ഒരു സന്ദേശം കൂടി നമുക്ക് തരികയാണ്. ഇവിടെ ശക്തി ദേവതമാരെല്ലാവരും ഉണർന്നു, ആലസ്യമൊക്കെ നീങ്ങി യുദ്ധത്തിന് സന്നദ്ധരായി. മഹാഗണപതിയാവട്ടെ തന്നോട് രൂപസാദൃശ്യമുള്ള അനവധി ഗജമുഖന്മാരെ സൃഷ്ടിച്ചു. സദന്തിവദന കണ്ഠഗലിതാകുണ്ഠനിസ്വന സസർജ സുബഹൂൻ ആത്മരൂപാൻ ദന്താവളാനനാൻ. മാതളനാരങ്ങയുടെ ആ ഒരു നിറം, അതിന് തുല്യമായ ശരീരകാന്തിയോടുകൂടി കവിൾത്തടങ്ങളിൽ കൂടി ഒഴുകുന്ന മദജലത്തിൻ്റെ സൗരഭ്യം, ആ സൗരഭ്യം കൊണ്ട് പറന്നു വരുന്ന ഭ്രമരങ്ങൾ, വണ്ടുകൾ, ആ വണ്ടുകളുടെ ശബ്ദം, അത്യധികം ശക്തിയോടുകൂടി 6 പേർ, പ്രധാനമായിട്ട് 6 പേരാണ് ഇവിടെ ഗണപതിയിൽ നിന്ന് ഉണ്ടായ മറ്റ് ഗണേശ സ്വരൂപങ്ങൾ. ആമോദൻ, പ്രമോദൻ, സുമുഖൻ, ദുർമുഖൻ, വിഘ്നൻ, വിഘ്നകർത്താവ്. ആമോദശ്ച പ്രമോദശ്ച സുമുഖോ ദുർമുഖസ്തഥാ വിഘ്നശ്ച വിഘ്നനികർത്താച ഷഡേതേ വിഘ്നനായക. ഓരോരുത്തരും വലിയ സൈന്യത്തിൻ്റെ നായകന്മാരാണ്. അവർക്ക് ഓരോരുത്തർക്കും അനേകം സൈന്യം ഉണ്ട്. അഗ്നിപ്രാകാരവലയാത് വിനിർഗത്യ ഗജാനന ക്രോധഹുങ്കാരതുമുല പ്രത്യപദ്യത ദാനവാൻ. ആ മഹാഗണപതി അഗ്നിപ്രാകാരത്തിൽ നിന്ന് പുറപ്പെട്ട് ക്രോധത്തോടുകൂടി ഹുങ്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അസുരന്മാരുടെ സമീപത്ത് എത്തുകയാണ്. ആ വിശുക്രൻ എന്ന അസുരന് നേരെ മഹാഗണപതി തൻ്റെ വില്ലിൽ നിന്നും ശരത്തെ വർഷരൂപേണ പ്രയോഗിച്ചു എന്നാണ്. ശരവർഷം എന്നാണ്, ശരമാരി. അനേകം പേരെ മുറിവേൽപ്പിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് വിശുക്രനും ആ മഹാഗണപതിയോട് യുദ്ധം ചെയ്തു. ഈ ഗണനാഥന്മാർ വിശുക്രന്റെ 30 അക്ഷൗഹിണി പടയെയും നശിപ്പിച്ചു. ഒടുവിൽ തൻ്റെ സൈന്യങ്ങളെല്ലാം നശിച്ചു. തനിക്കിനി യുദ്ധക്കളത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കുന്ന ആ വിശുക്രൻ യുദ്ധരംഗം വിട്ടു പോവുകയാണ്. അപ്പോൾ ഈ സൈന്യങ്ങളെല്ലാം നശിക്കുകയും ഖണ്ഡാസുരൻ്റെ പ്രധാന സേനാനിയായിട്ടുള്ള വിശുക്രൻ യുദ്ധക്കളം വിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന അവസ്ഥയിൽ ഈ മഹാഗണപതി വീണ്ടും യുദ്ധക്കളം വിട്ട് ലളിതാ പരമേശ്വരിയുടെ മുന്നിലെത്തി അങ്ങനെ സ്തുതിച്ചു, നമസ്കരിച്ചു നിന്നു. അസുരന്മാർക്ക് ആ ദിവസം കാളരാത്രി ആയി. കാളരാത്രിശ്ച ദൈത്യാനാം സാ രാത്രിവിരതിം ഗത.
ലളിതാചാപി മുദിതാ ബഭൂവാസ്യ പരാക്രമൈ. ലളിതാദേവിക്കാവട്ടെ ഈ ഗണേശന്റെ പരാക്രമങ്ങളെ കേട്ടിട്ട് വളരെയധികം സന്തോഷം തോന്നുകയും വിരതാര മഹാരാജ്ഞി പ്രിയമാണ ഗണേശിതു സർവദൈവത പൂജായ പൂർവപൂജ്യത്വമുത്തമം. അപ്പം അവിടെ വച്ചിട്ടാണ് ലളിത പരമേശ്വരി ഈ ഗണേശന്റെ പൂജയ്ക്ക് ഒരു സമ്പ്രദായം കൽപ്പിച്ചത് എന്ന് പറഞ്ഞു. സർവദേവത പൂജായ പൂർവപൂജ്യത്വം ഉത്തമം. എല്ലാ ദേവ ആരാധനയ്ക്കും മുൻപായിട്ട് പൂജിക്കപ്പെടേണ്ടവനാണ് എന്നൊരു പദവി കൽപ്പിച്ചു എന്നാണ്. ശിവപുരാണത്തിലും ഗണേശന്റെ ആവിർഭാവത്തെ പറഞ്ഞിട്ട് ആ ദേവി ഇപ്രകാരം തന്നെ അനുഗ്രഹിച്ചു എന്നാണ് കാണാൻ കഴിയുക. തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് പാർവതീ പരമേശ്വരന്മാര് ആ കുട്ടിയെ എടുത്ത്, ഗണേശനെ എടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് എല്ലാ ദേവന്മാരോടുമായിട്ട് പറയുന്നുണ്ട്, ഇന്നു മുതൽ ഇവൻ ഗണേശൻ എന്നറിയപ്പെടും, പൂർവ പൂജ്യനായി പ്രഥമ പൂജ്യനായിട്ടറിയപ്പെടും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയും സിന്ദൂരം ചാർത്തി നെറ്റിയിൽ. ഗണപതി ആരാധനയിൽ സിന്ദൂരത്തിന് വളരെ പ്രാധാന്യമുണ്ട്, ചുവന്ന പുഷ്പങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, ചെമ്പരത്തി പൂവിനൊക്കെ പ്രാധാന്യമുണ്ട് ഗണപതി ആരാധനയിൽ. അപ്പോൾ വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്ന ഈശ്വരനാണ്, വിഘ്നേശ്വരനാണ് ആ ഗണേശൻ. ഗണപതി ആരാധനയ്ക്ക് പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം വിഘ്നങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ സിദ്ധിയെയും ബുദ്ധിയെയും ഉണർത്തുക. യോഗ സമ്പ്രദായം അനുസരിച്ച് ഈ ഗണപതി ആരാധന ചെയ്യുന്ന ഒരുവൻ പ്രഭാതത്തിൽ ഗണേശന്റെ മുന്നിൽ ഏത്തമിടുന്ന ആ ഒരു പദ്ധതി, ദോർഭീകരണം എന്ന ഏത്തമിടുന്ന ആ രീതിയും വാസ്തവത്തിൽ യോഗരീത്യ ഒരുവൻ്റെ ബുദ്ധിക്ക് ഉന്മേഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു യോഗ പദ്ധതി കൂടിയിട്ടാണ് എന്ന് കാണാം. ഇത്തരത്തിൽ ആ ഗണേശന്റെ പ്രാദുർഭാവത്തെ പറഞ്ഞുകൊണ്ടും ആ ജയവിഘ്ന യന്ത്രത്തെ നശിപ്പിച്ചതുമായ കഥയെ വർണ്ണിച്ചുകൊണ്ടുമാണ് ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായ ലളിതോപാഖ്യാനത്തിലെ ആ ഗണനാഥ പരാക്രമം എന്ന ആ ഒരു ഘട്ടത്തെ സമർപ്പിച്ചിട്ടുള്ളത്.